ഹാജിമാരാവട്ടെ അല്ലാത്തവരാവട്ടെ, അള്ളാഹിലേക്ക് മനുഷ്യൻ അടുത്തുകൊണ്ടേ ഇരിക്കുന്ന വേളയിൽ അവൻ ചെയ്യുന്നതായ തെറ്റുകൾ കട്ടികൂടും. മനസ്സിലായില്ലേ? അള്ളാഹിലേക്ക് അടുത്താൽ തെറ്റ് എണ്ണത്തിലൊന്നാണെങ്കിലും വണ്ണത്തിൽ കട്ടികൂടും. അത് നമുക്ക് തന്നെ ഇപ്പോൾ സാധാരണ ഒരു ഇല്ലാഹിൽ മസലുൽ അല, അള്ളാഹിനോട് യോജിപ്പിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാൻ പാടില്ല. ഒരു ഉദാഹരണം തുല്യതയുള്ളതും ലോകത്തിലില്ല. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഉദാഹരണം, നമുക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യൻ നമ്മോട് പെട്ടെന്ന് കണ്ടപ്പോൾ എന്തെങ്കിലും ചർച്ച വരുമ്പോൾ എടാ നായ, എടാ പോത്തേന്നൊക്കെ വിളിച്ചാൽ ഒന്നിങ്ങനെ നോക്കും, എന്നിട്ട് വിട്ടുകളി. എന്താ അയാൾ നമ്മൾക്ക് അറിയില്ല, ആരാ മനുഷ്യൻ നമ്മൾക്ക് അറിയില്ല. അതേസമയത്ത് നമ്മുടെ വളരെ അടുത്ത സഹോദരൻ, പോത്ത് നായ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അടുത്തൊരു സഹോദരൻ നീ എന്തൊരു വെട്ടിയടാ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മരണം വരെ മറക്കാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ആ സഹോദരൻ എന്നെക്കുറിച്ച് അങ്ങനെ പറയാനോ, അല്ലേ? പെട്ടെന്ന് മനസ്സിലായല്ലോ ഉദാഹരണം. ഇത് തന്നെയാണ് അള്ളാഹുവിലേക്ക് മനുഷ്യൻ അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അവന് സ്പെഷ്യൽ നോട്ടമാണ് അള്ളാഹുവിൽ ഉണ്ടാവുക. അതുകൊണ്ട് സലഫ് സാലിഹ്യങ്ങൾ പറയാറുണ്ട്, മദീനയിൽ പണ്ട് താമസിച്ചവര് ഞങ്ങൾ വല്ല വീഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ കാട്ടുമ്പോൾ, എത്രത്തോളം സുന്നത്ത് നിസ്കാരത്തിൽ വരെ വീഴ്ച വരികയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യയുടെ സ്വഭാവത്തിൽ അത് ഞങ്ങൾ കാണും, ഞങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഞങ്ങളതിൽ കാണും, ഞങ്ങൾ കയറുന്ന വാഹനത്തിൽ ഞങ്ങളത് കാണും. ഷോക്കടിക്കുകയാണ്, അള്ളാഹ് സിഗ്നൽ നൽകാണ്. ഏതെങ്കിലും ഒരു സലഫ് സാലിഹ്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹാബി അല്ലെങ്കിൽ താബിഈ അല്ലെങ്കിൽ ഒരു ഇമാം അന്നത്തെ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വഭാവം നല്ലതല്ലെങ്കിൽ അപ്പം ചിന്തിക്കുക, എന്താ ഇന്ന് സുബഹി മുമ്പുള്ള സുന്നത്ത് ഞാൻ നിസ്കരിച്ചിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കുക. നമ്മളെ പോലെയല്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഇന്ന് കൂടുതൽ ഫിലിം കണ്ടുപോയോ എന്ന് പറയേണ്ടി വരും, കൂടുതൽ അശ്ലീലം കണ്ടുപോയോ എന്ന് പറയേണ്ടി വരും, അല്ലേ? ഇന്നത്തെ യുഗം അങ്ങനെയല്ലേ? വെറും അശ്ലീലം കാണാം, വിനോദങ്ങൾ കാണാം, കളിക്കുക. എത്ര തന്നെ പൊളച്ച നമസ്കാരവുമായി ബന്ധപ്പെട്ട ആളെന്നൊക്കെ പറയുന്ന മനുഷ്യരാണെങ്കിലും ഖേദകരെന്ന് പറയട്ടെ, ഇന്നത്തെ യുഗത്തിൽ പലരും കളി ഏത് കാര്യം ഏതെന്ന് മാറ്റിയിട്ടില്ല. കളിയും കാര്യം മിക്സാണ്. അല്ലേ? റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോട്ട് കൺട്രോളുമായി ഇരിക്കലല്ലേ? 70കാരൻ 70കാരി, 60കാരൻ 60കാരി അല്ല എന്ന് പറയും. അല്ലെങ്കിൽ നെറ്റ്, അല്ലെങ്കിൽ ചവറ്റുകൊട്ട ഡിഷിന് താഴെ. അപ്പോൾ സലഫ് സാലിഹ്യങ്ങളുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അപ്പോഴും ഷോക്കടിക്കുന്നതാണ്. എന്ത് കാരണത്താൽ? അള്ളാഹു ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, നിങ്ങൾ ഇന്നത് കാട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ആ ഷോക്കടിക്കൽ എങ്ങനെ? സലഫ് സാലിഹ്യങ്ങൾ പറയുന്നു, ഞങ്ങളൊരു പക്ഷേ ഞങ്ങളെ ഭാര്യയിൽ കാണും, ഭാര്യയുടെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ കുട്ടികളിൽ കാണും, അല്ലെങ്കിൽ കയറിയ വാഹനത്തിൽ ഒട്ടകം വാക്ക് പാലിക്കൂല, കുതിര വാക്ക് പാലിക്കൂല. അപ്പോൾ അവർ ചിന്തിക്കൽ എന്താണ്? വല്ല സുന്നത്തിൽ വീഴ്ച വന്നു പോയോ, വല്ല ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നു പോയോ എന്നവർ ചിന്തിക്കുമെന്നാണ്. അടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ മക്കയിലേക്ക് എത്തുമ്പോൾ, മദീനയിലേക്ക് എത്തുമ്പോൾ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ദാസന്മാരായ ഹാജിമാരുടെ ആ അണിയിൽ നിങ്ങൾ പെടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തരായി മാറി. ആരിൽ നിന്ന്? ഹജ്ജിന് വരാൻ ചാൻസ് കിട്ടാത്ത, ഉംറയ്ക്ക് വരാൻ ചാൻസ് കിട്ടാത്ത വിഭാഗത്തിലിട്ട് നിങ്ങൾ വ്യത്യസ്തരായി മാറി. ഇപ്പോൾ നിങ്ങളോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹിന് അവരോട് ചോദിക്കാത്തതും ചോദിക്കാൻ അവകാശമുണ്ടായി. അപ്പോൾ ഹജ്ജ് ചെയ്യാൻ വന്നതായ ഹാജിയാരോടും ഉംറ ചെയ്യാൻ വന്ന ഉംറക്കാരനോടും അതുപോലെ ഈ മദീന സന്ദർശിക്കാൻ വന്നതായ ഏത് മുസ്ലിങ്ങളോടും അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ചാൻസ് അള്ളാഹ് കൊടുത്തവരാണ്. അവർക്ക് മറ്റുള്ളവർ പഠിക്കാൻ പറ്റാത്തതെല്ലാം പഠിക്കാനുള്ള ചാൻസ് കിട്ടിയവരാണ്. അവരോട് റബ്ബ് പരലോകത്ത് ചോദിക്കും, മറ്റുള്ളവർ ചെയ്യാത്തത് നിങ്ങൾ എന്ത് കൂടുതൽ ചെയ്തു? കൂടുതൽ സുന്നത്ത് നിസ്കാരം, കൂടുതൽ സുന്നത്ത് നോമ്പ്, കൂടുതൽ സുന്നത്ത് ധർമ്മം, കൂടുതൽ സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി വല്ലതും കാട്ടിയോ? അപ്പോൾ ടാക്സ് അടക്കണമെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് കിട്ടുന്നതിന് പകരം അങ്ങോട്ട് എന്ത് വേണം? ടാക്സ് അടക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഉഹദ് പർവ്വതം നിങ്ങൾ സന്ദർശിച്ച് കാണും, അല്ലേ? ഉഹദ് പർവ്വതം സന്ദർശിച്ചില്ലേ? ഉഹദ് പർവ്വതത്തിൻ്റെ താഴെയുള്ള ഖബർസ്ഥാനങ്ങൾ, അവിടെ പോയിട്ട് അവർക്ക് സലാം പറഞ്ഞില്ലേ? അവിടെ 70ഓളം ശുഹദാക്കൾ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. സലാം പറഞ്ഞില്ലേ? സലാം പറഞ്ഞോ? അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ? അല്ലേ? അതൊക്കെ സുന്നത്തായ കാര്യമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ഈ ഉഹദ് പർവ്വതത്തിൽ നിന്നിട്ട് എനിക്ക് പഠിക്കാനുള്ളത്? ഞാനൊരു ഹാജി എന്ന നിലക്ക്, ഞാനൊരു ഉംറക്കാരൻ എന്ന നിലക്ക്, ഞാനൊരു സന്ദർശകൻ എന്ന നിലക്ക്, ഞാൻ ഈ വിശുദ്ധ ഭൂമി സന്ദർശിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. ആകപ്പാട് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ചാൻസാണ്, എല്ലാവർക്കും കിട്ടാറില്ല. ഈ ചാൻസ് ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഇത് റബ്ബ് ചോദിക്കുന്ന കാര്യമാണ്.
നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് ആ ഉഹദ് പോർക്കളത്തിൽ ചെറിയ വീഴ്ചകൾ സഹാബാക്കൾ നിന്നിട്ട് സംഭവിച്ചപ്പോൾ അവിടെ അള്ളാഹ് പരിശോധിച്ചത് ആരെയാണ്? നാടന്മാരെയാ, സാധാരണക്കാരെയാ? അല്ല, ബദരീങ്ങൾ അടക്കമുള്ള സഹാബാക്കളെ. ഈ ഭൂമിയിൽ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ നബിമാരാണ്. നബിമാർ കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽ ഫസ്റ്റിൽ ജീവിച്ചതായ ആ സഹാബാക്കളാണ്. ആ സഹാബാക്കളിൽ ഉത്തമർ അവരാണ് ബദരീങ്ങൾ. ഇപ്പോൾ മനസ്സിലായില്ല ആരാണ് ബദരീങ്ങൾ? ആ ബദരീങ്ങൾ ഉൾക്കൊള്ളുന്നതായ ആ മഹാസേനയാണ് അള്ളാഹ് പരീക്ഷിച്ചത്. 70 പേര് ഒന്നടങ്കം അവിടെ ഷഹീദായി വീഴേണ്ടി വന്നു. അവരുടെ നേതാവും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടെ അവരുടെ തലക്ക് ഏറുകൊണ്ടു, ചോരൂത്തി ഒലിച്ചു, അവരുടെ മുൻപല്ല് നഷ്ടപ്പെട്ടു. അബൂ ആമിർ റാഹിബ് എന്ന ഒരു പടിവെട്ടി കുഴിച്ചതായ പൊട്ടക്കണലിൽ അവർ വീണു. നിങ്ങൾ കേട്ടിരിക്കാം. മഹാപരീക്ഷണം എന്തായതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടത്? അവരാരാണ്? അവർ അള്ളാഹിലേക്ക് ഏറ്റവും അന്ന് ജീവിച്ച കൂട്ടത്തിൽ, അന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും അടുത്തവരാണ് അവർ, ആ നബിയോടൊപ്പം ജീവിക്കുന്നവർ. എന്താ പിന്നെ അത്രയും ദേഷ്യം വന്നത് അള്ളാഹ്ക്ക്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്? അള്ളാഹിലേക്ക് അടുക്കുമ്പോൾ ചെറിയ തെറ്റ് അള്ളാഹ് വലുതായി കാണും. അപ്പോൾ ഹജ്ജ് ചെയ്തവൻ, ഉംറ ചെയ്തവൻ നാട്ടിൽ പോയിട്ട് നിസ്കാരം കളാക്കൽ അള്ളാഹിൻ്റെ അടുക്കൽ മറ്റുള്ളവരെ കളാക്കും പോലെയല്ല. സ്വബഹ് നിസ്കാര സമയത്ത് അവിടെ കൂർക്കം വലിച്ചുറങ്ങൽ മറ്റുള്ളവരും കൂർക്കം വലിച്ചുറങ്ങും പോലെയല്ല. മക്ക കണ്ട് കാബം കണ്ട് നിസ്കരിച്ചു പോയ മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ സ്വർഗത്തോപ്പിൽ നമസ്കരിച്ച മനുഷ്യൻ, വ്യത്യാസമുണ്ട്. കട്ടിക്കൂടും. എന്തിന്? നിങ്ങൾ നോക്കൂ, മദീനയിൽ തെറ്റ് ചെയ്താൽ, ഇവിടെ കാപ്പട്യം പേര് നടന്നാൽ ഖുർആൻ പറയുന്നു, മിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി ലാ തഅലമുഹും നഹ്നു നഅലമുഹും സനുഅദ്ദിബുഹും മറത്തൈൻ. മദീനവാസികളിൽ കാപ്പട്യം പേര് നടക്കുന്നവരുണ്ട്. പണ്ട് റസൂൽ ജീവിച്ച കാലഘട്ടത്തിൽ കാപ്പട്ടി അറിയില്ലേ? കാപ്പട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിമായി അഭിനയിക്കുക, ഒറിജിനൽ അമുസ്ലിങ്ങളാണ് അവർ. മുസ്ലിമായ അഭിനയം മാത്രം, ആക്ടിങ് മാത്രം മുസ്ലിങ്ങളായിട്ട്. അവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല. അള്ളാഹ് പറയുന്നു അവരെ നമുക്കറിയാം, അവർ മദീനയിൽ ജീവിച്ചിട്ട് അവർ നന്നാവാത്തത് കാരണത്താൽ സനുഅദ്ദിബുഹും മറത്തൈൻ, അവർക്ക് ഡബിൾ ശിക്ഷ. ഇത് മദീനയിൽ വെച്ചിട്ട് കാപ്പട്യം പേറിയവർക്ക് ഡബിൾ ശിക്ഷ. അപ്പോൾ കാലത്തിൻ്റെ, വ്യക്തികളുടെ, സമയത്തിൻ്റെ, സ്ഥലത്തിൻ്റെ ബഹുമതി കൂടുമ്പോൾ ആ സ്ഥലങ്ങളിൽ വെച്ചിട്ട്, ആ സമയങ്ങളിൽ വെച്ചിട്ട് ആ വ്യക്തികൾ തെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കട്ടി കൂടും. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതിന് വിശദീകരണ ഉദാഹരണം ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇനിമേലിൽ എന്തോർക്കുക? മക്ക കണ്ടവൻ, മക്ക കാണാൻ പോകുന്നവൻ, മദീന കണ്ടവൻ, മദീനയിൽ റസൂലുള്ളാഹിന്റെ സ്വർഗത്തോപ്പിൽ നിസ്കരിച്ച ആൾ, അഥവാ റസൂലുള്ള സ്വർഗത്തോപ്പാണെന്ന് പ്രഖ്യാപിച്ചതായ ആ ഭാഗത്തിൽ നിസ്കരിച്ച വ്യക്തി. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എന്ത് പറഞ്ഞു? ഇവിടെ ഉഹദ് പോർക്കളത്തിൻ്റെ മുമ്പിൽ മദീനയിൽ താമസിച്ചിട്ടത് പറയുമ്പോൾ അതിൻ്റേതാകുന്ന പ്രസക്തിയുണ്ട്. നിങ്ങൾ കാണുന്ന ഉഹദ് പർവ്വതം, ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പകലാണെങ്കിൽ കാണാം ഉഹദ് പർവ്വതം, ഇവിടെ നേരെ കാണാം. ആ ഉഹദ് പർവ്വതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പരീക്ഷിക്കപ്പെട്ടതായ ആ മഹാത്മാക്കളാകുന്ന ബദരീങ്ങൾ പരീക്ഷിക്കപ്പെട്ടത് നമ്മുടെ വീക്ഷണത്തിൽ വലിയ തെറ്റേ അല്ല. എന്താണ്? ജബലു അൽ ഐനൈൻ എന്നൊരു പർവ്വതം അവിടെ ഉണ്ടായിരുന്നു. ആ പർവ്വതത്തിൻ്റെ പേര് ഇപ്പോൾ ജബലുർ റുമാത്തി എന്നാണ്. അങ്ങനെയല്ല അതിനെ പറയേണ്ടത്, ജബലു അൽ ഐനൈൻ എന്നാണ്. ജബലുർ റുമാത്തി എന്നല്ല ആ പർവ്വതത്തിൻ്റെ പേര്. പിൻകാലഘട്ടത്തിൽ പേര് വെക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്തു? പട്ടാളത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാർ ചെയ്തതായ വേളയിൽ കാഫിരീങ്ങൾ മക്കയിൽ നിന്നിട്ട് വരുന്നവർ ആ ഭാഗത്തിൽ കൂടി പോർക്കളത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി 50 പേരെ അമ്പെയ്ത്ത് വിദഗ്ധന്മാരെ കുന്നിൻ്റെ മീതെ, ഈ കുന്നിൻ്റെ മീതെ കാവൽ ഭടന്മാരായി പാറാവിന് വേണ്ടി കാവൽ നിൽക്കാൻ വേണ്ടി അവിടെ നിർത്തി. സ്പെഷ്യൽ യൂണിഫോം ധരിപ്പിച്ചിട്ട്, സ്പെഷ്യൽ യൂണിഫോം അഥവാ പട്ടാളക്കാരുടെ ഡ്രസ്സല്ല, വേറെ ഡ്രസ്സ്.
അപ്പോൾ പട്ടാളക്കാരാകുമ്പോൾ യുദ്ധം ചെയ്യാൻ അവരോട് പോരാടാൻ ആൾക്കാർ വരുമല്ലോ എന്നത് പരിഗണിച്ചിട്ടായിരിക്കാം. എന്നിട്ട് അവരോട് പറഞ്ഞു, ആനരാഞ്ചി പക്ഷി വന്നിട്ട് മീതെ നിന്ന് വലിയ ഈ ശവത്തൊക്കെ രാഞ്ചി കൊണ്ടുപോകുന്ന പക്ഷി ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, കേരളക്കാർക്ക് പരിചയമുള്ള സാധനമാണത്. ആ സാധനം വന്നിട്ട് ഞങ്ങളെ രാഞ്ചി കൊണ്ടുപോകുന്ന കണ്ടാലും നിങ്ങൾ സ്ഥലം വിടരുത്, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, കഥ മാത്രം പറയല്ല ഞാൻ, നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ട ഭാഗമാണ്. നാം അള്ള പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ അവിടെ ബുദ്ധിക്ക് യാതൊരു വിലയുമില്ല. ബുദ്ധിക്ക് യാതൊരു വിലയുമില്ല. നിങ്ങളിപ്പോൾ കാട്ടുന്ന അമലുകളൊക്കെ അതാണ് കുറിക്കുന്നത്. ഏതാ ഉദാഹരണത്തിന്, നിങ്ങൾ കല്ലെറിയുന്നു, നിങ്ങൾ ഓടുന്നു, നിങ്ങൾ സ്പീഡിൽ നടക്കുന്നു, നിങ്ങൾ കറങ്ങുന്നു, നിങ്ങൾ കുടിക്കുന്നു, അല്ലേ? അവിടെയൊക്കെ വല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നതായ ഒന്നല്ല അത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? നല്ല കൊള്ളുന്ന, കഴിവ് കൽപ്പുള്ള, സാമ്പത്തിക ശേഷിയുള്ള, നാട്ടുമൂപ്പന്മാരായ, ധാരാളം കാറുകളുള്ള, ധാരാളം റബ്ബർ തോട്ടങ്ങളുള്ള, ധാരാളം കെട്ടിടങ്ങളുള്ള, ആ നാട്ടിലൊക്കെ കോടീശ്വരനായിട്ടോ അല്ലെങ്കിൽ ലക്ഷപതിയായിട്ടോ ജീവിച്ച മനുഷ്യന്മാരെ ഇവിടേക്ക് ഹജ്ജിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ട് എറിയടാ 70 കല്ല്, ചെല്ല്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് 70 എറിയാൻ പറയുന്നു. എറിയാൻ പറയുമ്പോൾ പറയുകയാണ്, വലിയ കല്ലെറിയരുത്, ചെറുതെറിയേണ്ടത്. ചെറുതാണ് ഇത്, ചെറിയ കടലക്ക മണിയുടെ അത്ര വലുപ്പമുള്ളത് എറിഞ്ഞുവിടും. എന്താ റബ്ബേ വലുതെറിഞ്ഞാൽ പറ്റൂല? ചോദ്യമില്ല ഇവിടെ ചോദ്യമില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അവിടെ നീ വല്ലതും ചോദിച്ചാൽ നീ യുക്തിവാദിയായി മാറി, നീ കമ്മ്യൂണിസ്റ്റുകാരനെ പോലത്തതാ നിരീശ്വരവാദിയായി മാറി, നീ മതം പൊട്ടിയവനായി മാറി, നീ മതത്തിൽ നിന്നിട്ട് കേറ്റോട്ടായി മാറി. എന്തുകൊണ്ട്? ഈ മതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബുദ്ധിയെ സൃഷ്ടിച്ച റബ്ബിന് നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തലാണ്. അതാണ് ബുദ്ധി. ബുദ്ധിയെ സൃഷ്ടിച്ച റബ്ബിന് നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുക. സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾക്ക് അതിലൊരു എതിർപ്പില്ല റബ്ബേ എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തണം. അപ്പോഴാണ് നീ പരിപൂർണ മുഅ്മിൻ. അപ്പോഴാണ് നീ പരിപൂർണ മുഅ്മിൻ. നീ പരിപൂർണ മുഅ്മിൻ ആവാനാണല്ലോ വന്നിട്ടുള്ളത്. ഹജ്ജ് ഇസ്ലാമിൻ്റെ 5ാമത്തെ തൂണ് സ്ഥാപിക്കാനല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഉഹദ് പർവ്വതത്തെ ഹജ്ജിലേക്ക് എടുപ്പിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഉഹദ് പർവ്വതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സംഭവിച്ച സംഭവത്തിൽ റസൂല് പറഞ്ഞു അവിടുന്ന് ഇറങ്ങരുത് എന്ന്. സഹാബാക്കൾ കണ്ടു. യുദ്ധം തുടങ്ങിയപ്പോൾ നല്ല വിജയം. കാഫിരീങ്ങൾ ഗനീമത്തും ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഓടുക, അവരുടെ സമ്പത്ത് ഒഴിവാക്കി ഓടുക. സഹാബാക്കളൊക്കെ, പോർക്കളത്തിലുള്ള സഹാബാക്കൾ ഗനീമത്തൊക്കെ ശേഖരിക്കുക. ഇത് കണ്ടപ്പോൾ ഇവർ ബുദ്ധി ഉപയോഗിച്ചു. ആര്? 50 ആൾ മീതെ നിൽക്കുന്നവർ ബുദ്ധി ഉപയോഗിച്ചു. എന്താണ്? ഗവേഷണം ചെയ്തു. എന്താണ് ഗവേഷണം? നമ്മെ റസൂൽ ഇവിടെ നിർത്തിയത് വിജയപരാജയം തീരുമാനിക്കാനല്ലേ? ഇപ്പോൾ നാം വിജയിച്ചല്ലോ, ഇനി നാം ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായോ? ഇത് നമ്മെ റസൂൽ ഇവിടെ നിർത്തിയത് വിജയപരാജയം തീരുമാനിക്കാനാണ്. ഇപ്പോൾ നാം വിജയിച്ചു കഴിഞ്ഞു, ഇനി നാം എന്തിന് ഇവിടെ നിൽക്കണം? നമുക്കറിയിക്കൂടെ? മനസ്സിലായോ സംഭവം? അപ്പോൾ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എന്നിട്ട് ചിലർ ചെയ്തതായ തെറ്റിന് പകരം നിങ്ങളെ ഞാൻ പരിശോധിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ആ തെറ്റ് ചെയ്തവരുടെ തെറ്റിനെ ഞാൻ അവർക്ക് മാഫ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. സഹാബാക്കൾക്ക് അവിടെ തന്നെ മാഫ് ചെയ്തു കൊടുത്തു എന്നും അല്ലാഹു തന്നെ പറയുന്നു. സുബ്ഹാനല്ലാഹ്.